പേടിയുള്ള ആളാരായിരുന്നു? പേടിയാ? ഒരു മിനിറ്റ് സൈലൻസ്. എന്തെങ്കിലും പ്രസൻസ് ഫീൽ ചെയ്യുന്നു? ഭയങ്കര നിശബ്ദം. സത്യത്തിൽ പേടിയുണ്ടോ? എനിക്കോ? എനിക്ക് പേടിയുണ്ട്. ഞാൻ കാണാറില്ല പ്രേത സിനിമ. കുമാരിയൊക്കെ ചെയ്ത ആളല്ലേ ഈ പറയുന്നത്? ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാണാനാ പേടി. മമ്മിയാണോ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? മമ്മി പേടിപ്പിക്കുന്നത്. എടുത്തിട്ട് അടിയുള്ളൂ. ഒന്നുമില്ല. നിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ ചേരൂല. ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ ആദ്യം പാടി പാട്ട് എന്നറിയോ? ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഞാൻ രാമോജി ഷൂട്ട് ചെയ്യുമ്പോ അവിടുത്തെ ഹോട്ടലിൽ നിൽക്കാറില്ല. ഏത് മറ്റേ സിത്താര. അതെന്താ? അവിടെ പ്രേതമുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ടോ? അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. അതൊക്കെ പറയണ ഞാൻ ഏതെങ്കിലും ചേച്ചി സംസാരിച്ചിട്ട് ചേച്ചി ചേട്ടൻ ചേച്ചിയാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ? ഞാനല്ലെങ്കിലും പോയി അന്നേ പോയിട്ടുണ്ടെങ്കിലോ? അടുത്ത ചോദ്യം. എന്റെ വൈഫ് ഫസ്റ്റ് ഷോ പോയി കണ്ടായിരുന്നു. പുള്ളിക്കാരി കണ്ണടച്ചിരിക്കായിരുന്നു അടുത്തിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു. ഹലോ ആൻഡ് വെൽക്കം ടു നൂർ ടോക്സ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ഹലോ മമ്മിയുടെ വിശേഷങ്ങളുമായി സിനിമയുടെ ക്രൂ ആണ്. വെൽക്കം. Thank you. ഹലോ. ഹലോ മമ്മി. ഹലോ മമ്മി. അപ്പോൾ മമ്മിയാണോ എല്ലാവരെയും പേടിപ്പിക്കുന്നത്? മമ്മി പേടിപ്പിക്കുന്നത്. എടുത്തിട്ട് അടിയുള്ളൂ. ഷർഫിക്ക ആണ് പേടിപ്പിക്കുന്നത്, കൈ കൊണ്ടൊക്കെ കാണിക്കുന്നുണ്ട്. അല്ലല്ല, കേനയാണ്. എന്താ? നിങ്ങൾ തമ്മിൽ പ്രശ്നമാണ്. ഞങ്ങൾ തമ്മിൽ ചേരൂല. അങ്ങനെ വിട്ടാ പറ്റില്ലല്ലോ. ഒതുക്കണ്ടേ നമുക്ക് മമ്മീനെ അങ്ങ്? അങ്ങനെ അവസാനം ഞാൻ കാത്തിരുന്ന ആള് വന്നു. പേരെന്താന്ന് പറഞ്ഞു? നൂർജഹാൻ. എന്ത് പറ്റി? നൂറുക്ക് വരാൻ ചേട്ടന്റെ ക്യാമ്പിൽ ചേർന്നു. അതെ മമ്മീനെ ഒതുക്കാൻ ഒരാളെങ്കിലും ആദ്യം എന്റെ കൂടെ വന്ന ടീമാ ഇതൊക്കെ. അപ്പൊ അതൊക്കെ ഒതുങ്ങി ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒതുങ്ങി. മമ്മീനെ ഒതുക്കാൻ നോക്കുന്നവരൊക്കെ ഒടിച്ച് മടക്കിയാന്ന് തോന്നല്ലോ വിടുന്നത്. അപ്പൊ എന്തായാലും ഹലോ മമ്മി, ആദ്യം ഞാൻ കരുതിയത് ഒരു ഹൊറർ കോമഡി ഒക്കെയാണ്. അപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറഞ്ഞു തന്നു ഫാന്റസി ഹ്യൂമർ ആണെന്ന്. അപ്പൊ നമുക്ക് കുറെ ലൈക് ഫാന്റസി വേൾഡിലോട്ട് നമ്മളെ കൊണ്ടുപോകുന്നുണ്ടോ നമ്മുടെ ഹലോ മമ്മി? ഉണ്ട്. ഫാന്റസി എലിമെന്റ്സ് ഉണ്ട്. രസകരമായ ഒരു ലോകമാണ്. ഒരു ഡിഫറെന്റ് നമ്മൾ യൂഷ്വലി കാണുന്ന യൂഷ്വലി അതന്നെ ഞാൻ പറഞ്ഞത്. യൂഷ്വലി കാണുന്ന സിനിമയിൽ നിന്ന് ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള സിനിമയാണ്. ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്ന സിനിമയാണ് ഹലോ സിനിമയാണ്. അപ്പൊ ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെ ആയിരിക്കും അല്ലേ? കുറേ ഉണ്ട്. അപ്പോൾ ഇതിൽ ഇപ്പോൾ ഷർഫിക്ക് ആണെങ്കിൽ ഒരുപാട് കോമഡി ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സീരിയസ് റോൾസും എല്ലാം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ കംപ്ലീറ്റ് കോമഡി ആ ഒരു എലമെൻറ്റ് തന്നെയല്ലേ പിടിച്ചു പോകുന്നത്. അപ്പോൾ കമ്പാരിറ്റീവ്ലി ആസ് എൻ ആക്ടർ ഒരുപാട് പേര് പറഞ്ഞു കേട്ടിട്ടുണ്ട് കോമഡി ചെയ്യുമ്പോഴാണ് ഇത്തിരി കൂടെ കോമഡി ഫലിപ്പിക്കാനാണ് ഏറ്റവും പാടെന്ന്. ഷർഫിക്കയ്ക്ക് ഏതാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഒരു ചലഞ്ചിങ് ബുദ്ധിമുട്ട്? പൊതുവായിട്ട് പറയുകയാണെങ്കിൽ എല്ലാം ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ആണ്. പക്ഷേ എന്താ പറയുക, മറ്റുള്ളത് ഇതെല്ലാം കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം സ്ക്രിപ്റ്റിനെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും, അതിൻ്റെ ഒരു സാഹചര്യങ്ങളെയൊക്കെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും. നമുക്കൊരിക്കലും ഒരു ചുമ്മാ ശൂന്യതയിൽ നിന്നൊരു കോമഡി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം നല്ല വർക്കാവുന്ന കോമഡിയും കാര്യങ്ങളൊക്കെ ചെയ്ത് നിൽക്കാനാണെങ്കിൽ ഏറ്റവും സുഖകരമായിട്ട് കോമഡി ആയിരിക്കും എന്ന് എനിക്ക് തോന്നാറുണ്ട്. കോമഡി ആയിരിക്കും. മറ്റേതാവുമ്പോൾ കുറച്ച് നമ്മള് ആ മൂഡൊക്കെ ആയിരിക്കും. ഇപ്പൊ നമ്മൾ പൊതുവെ ഹാപ്പി ആയിട്ടിരിക്കാനായിരിക്കില്ലേ, സന്തോഷമായിട്ടിരിക്കാൻ ആഗ്രഹിക്കില്ലേ. അപ്പൊ ആ സന്തോഷമായിട്ട് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു മൂഡിൽ ചെയ്യുന്ന സിനിമ ഏതാണെന്ന് ചോദിച്ചാൽ ചിലപ്പോൾ കോമഡി പടങ്ങൾ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, ഈ കോമഡി മൂവീസ് ചെയ്യുമ്പോൾ തന്നെ കൂടുതൽ ഹാപ്പിനെസ്, ഈ മറ്റേത് ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ് അനുഭവപ്പെടാറുണ്ട് അല്ലേ? നമ്മൾ കുറച്ച് ഇന്ത്യൻ സിനിമകളിലൊക്കെ ചെയ്യുമ്പോൾ നമുക്കൊരു വേറൊരു അവസ്ഥകളുണ്ട്. ഏറ്റവും കൂടുതൽ അങ്ങനെ പറയുകയാണെങ്കിൽ മൈൻഡ് കൊണ്ട് ഭയങ്കര ഒരു ഡിസ്കംഫോർട്ട് ഫീൽ ചെയ്തിട്ടുള്ളത് അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടർ അത്ര അടിപൊളി ആയതുകൊണ്ടായിരിക്കും. അപ്പൊ അങ്ങനെ ഏറ്റവും കൂടുതൽ ഒരു അങ്ങനെ തോന്നിയിട്ടുള്ള ഒരു ക്യാരക്ടർ ഏതാ? ബൊഗൻവില്ലയിലെ കഥാപാത്രത്തിൽ ജോസിനെ എനിക്ക് നല്ല പരിചയമുണ്ട്. ജോസിന്റെ ആ ഒരു അതിൽ ഞാൻ ട്രിപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ ജോസിയുടെ ആ തോന്നിയാസങ്ങൾ, ആ തെമ്മാടിത്തരം എല്ലാത്തിലെയും എനിക്ക് മനസ്സിലാവുന്ന, അതങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റുന്നതിന്റെ ഒരു സന്തോഷം ഉണ്ടായി. പിന്നെ ആർക്കറിയാമെന്ന് എനിക്ക് ഇതുപോലെ തന്നെ ഒരു ഒരു പ്രത്യേക ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു ഈ ബൊഗൻവില്ലയുടെ ആ സമയത്ത് ശരിക്കും ഭയങ്കര മെന്റലി ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഈ തിയേറ്ററിൽ നമ്മൾ ആ ക്ലൈമാക്സിൽ ആ ഒരു സീനൊക്കെ കാണുന്ന സമയത്ത് നമുക്കൊരു പ്രഷർ ഉണ്ട്. അപ്പൊ നമ്മുടെ വീട്ടുകാർക്കൊക്കെ ഇത് കാണുമ്പോഴത്തേക്ക് നമ്മൾ ഇപ്പം ജസ്റ്റ് വൈഫ് ഫസ്റ്റ് ഷോ പോയി കണ്ടായിരുന്നു. പുള്ളിക്കാരി കണ്ണടച്ചിരിക്കായിരുന്നു അടുത്തിരുന്ന ആൾക്കാരൊക്കെ പറഞ്ഞു. കാരണം നമ്മൾ സ്ക്രീനിലൂടെ കാണുന്നവർക്ക് പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് ഇത് കാണുമ്പോഴേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും.
അപ്പൊ അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ സ്ട്രെസ് ആയിട്ട് തോന്നിയത്. എനിക്ക് തോന്നുന്നു ഈ അടുത്ത കാലത്ത് എനിക്ക് അങ്ങനെ ഒരു 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 വല്ലാത്ത അവസ്ഥ തോന്നിയത് ബോഗൻവില്ലേ. അതുപോലെ ഐഷു, അപ്പോൾ നമ്മുടെ ഒരു കുറേ പേര് നമ്മുടെ കാണേൽ ഒരു ഭയങ്കരമായിട്ടുള്ളൊരു ഡയലോഗുള്ളൊരു റോൾ ഉണ്ടല്ലോ, എന്താ കാണാൻ വരാൻ, എന്താ വിളിക്കാൻ, കോൾ അറ്റൻഡ് ചെയ്യാൻ. ആ ഒരു പോർഷൻ ഒരുപാട് യൂട്യൂബ് മീൻസ് റീൽസ് ഒക്കെ ചെയ്യുന്നവർ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊരു കുട്ടി അത് ചെയ്ത് ഒറ്റ ഷോട്ടിൽ അത് കംപ്ലീറ്റ് ചെയ്തിട്ട് ആ ആൾ കമൻറ്റിൽ ഒരെണ്ണം പിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ചെയ്ത സമയത്ത് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഓൾറെഡി മൈഗ്രെയിൻ ഉള്ള ആളാണ്. അപ്പൊ ആളത് ഡബ് ചെയ്യുമ്പോൾ തന്നെ കുറേ തവണ നോക്കിയപ്പോൾ തന്നെ ആൾക്ക് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു എന്ന്. അപ്പൊ ശരിക്കും അത് ആക്ട് ചെയ്ത ആളെന്ന നിലയിൽ അതേപോലത്തെ ഒരു സ്ട്രെസ് അനുഭവപ്പെട്ടിട്ടുണ്ടായിരുന്നു? ഇല്ല, അത് ആക്ച്വലി അതിന്റെ ഒരു BTS വീഡിയോ ഉണ്ട്. ആ സിനിമ ഭയങ്കര സീരിയസ് സിനിമയാണ് ഷൂട്ട് ചെയ്യുന്നത് കാണേ. പക്ഷെ മനു അശോക് എന്ന് പറഞ്ഞ ഡയറക്ടർ അത്രയും ഫണ്ണായിട്ടാണ് സെറ്റ് കൊണ്ടുപോയിട്ടിരുന്നത്. ഞാൻ ആ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഞാൻ എവിടെയോ എന്തോ തെറ്റിപ്പോയിട്ട് ആദ്യത്തെ ടേക്കിലാട്ടോ ഞാനിങ്ങനെ പോകുമ്പോൾ ടൂവിന് ഹൈ നിക്ക് പോലെ പോലെ എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ട്. കാരണം പുള്ളിയുടെ ഡയലോഗ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുന്നേ ഞാൻ പറഞ്ഞിട്ട് തെറ്റിപ്പോയത് കാരണം ഇങ്ങനെ പോയിട്ട് വളരെ എനിക്ക് കിട്ടിയ ഡയറക്ഷൻസ് ക്ലിയർ ആയിരുന്നു. അവർ പറഞ്ഞു തന്നത് കറക്റ്റ് ആയിരുന്നു. ഒരു ആങ്ഷ്യസ് മൂഡിൽ നിന്ന് സംസാരിക്കണം, 4 ദിവസമായിട്ട് ഉറങ്ങാത്ത ഒരാൾ എങ്ങനെയായിരിക്കും എന്നുള്ളതായിരുന്നു. ഞാൻ ആ സീൻ വളരെ ഈസി ആയിട്ടാണ് ചെയ്തത്. കാരണം ഡയറക്ഷൻസ് ക്ലിയർ ആയിരുന്നു. അത് കാരണം എന്താ ചെയ്യേണ്ടതെന്ന് പക്ക ക്ലിയർ ആയത് കാരണം എനിക്ക് അത്ര ഇന്റൻസ് ആയിട്ട് ഫീൽ ചെയ്തിട്ടില്ല. ഈ പറയുന്ന ഒരു സ്ട്രെസ് അപ്പൊ ഏതെങ്കിലും ഒരു ക്യാരക്ടറിൽ ഉണ്ട്. അമ്മു എന്ന് പറഞ്ഞ സിനിമ ചെയ്യുമ്പോഴത്തേക്ക് ഒരു സീനിൽ കരയാൻ തുടങ്ങിയിട്ട് കരച്ചിൽ ഒരു 2-3 മിനിറ്റ് കട്ട് കഴിഞ്ഞിട്ട് നീണ്ടിട്ടുണ്ടായിരുന്നു. മൈൻഡിൽ നിന്ന് പോകുന്നില്ല അല്ലേ? ഞാൻ നമ്മൾ ആ സോണിൽ കയറിയിട്ട് അത് കഴിഞ്ഞു. അത് ഡയറക്ടർ എന്റെ കൂടെ കരഞ്ഞിട്ടുണ്ട്. കാരണം ഹീസ് ഓൾസോ ഇൻ ദ സെയിം സോൺ. നമ്മൾ സെറ്റ് ഒരു 15 മിനിറ്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഷൂട്ട്. അത് ആ സെറ്റ് അങ്ങനെയായിരുന്നു. അതൊരു സീരിയസ് സിനിമ, ഇന്റൻസ് സിനിമ ഷൂട്ട് ചെയ്ത് അത് അങ്ങനെ പോയൊരു സെറ്റായിരുന്നു. അങ്ങനെ ക്യാരക്ടർ വിട്ടു പോവാത്ത സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ ഡയറക്ടർ മെയിൻറ്റെയിൻ ചെയ്യുന്ന പോലെ മനുഷ്യേട്ടൻ ഇങ്ങനെയാണ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്തത്, ചില്ലായിട്ടാണ് മെയിൻറ്റെയിൻ ചെയ്തത്. എനിക്ക് കാണാൻ ഞാൻ ശരിക്കും വിട്ടുപോയത്. ഞാൻ ചോദിക്കാം, എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ട് തോന്നിയ അപ്പം അതിലൊരിക്കലും തോന്നിയിട്ടില്ല. അത് സെറ്റ് അങ്ങനെയായിരുന്നു. സെറ്റ് ചിൽ വൈബായിരുന്നു. അഴകിയലയില കുറെ ഡാൻസ് ഒക്കെ കളിച്ചിട്ടാണ് നമ്മൾ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഗർഭിണിയായിട്ടുള്ള വയറും വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഡാൻസ് കളിക്കുന്ന വീഡിയോ ഒക്കെ ഉണ്ട്. ഞാനും മനുഷ്യനും അത്ര വയറുണ്ട് എന്നുള്ള രീതിയിൽ അങ്ങനെ. പക്ഷെ അതൊക്കെ ഷൂട്ട് ചെയ്യുന്ന ഈ സൈക്കോളജിസ്റ്റുമായിട്ട് കപ്പിൾ കൗൺസിലിംഗിന് ഇരിക്കുന്ന സാധനം എല്ലാം ഇന്റൻസ് ആയിട്ടുള്ള സീൻസാണ്. പക്ഷെ ക്രിസ്പ് ആയിട്ടുള്ള ഡയറക്ഷൻസ് കിട്ടും. എന്താ ചെയ്യേണ്ടതെന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞു ചെയ്ത് എന്റെ ജോലി ഭയങ്കരമായിട്ട് കുറയും. അങ്ങനെയുള്ള സിനിമകളിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഷർഫിക്കൊക്കെ ഇതുപോലൊരു ഡൗട്ട് ഉണ്ടായിരുന്നു അല്ലേ? ആ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒരു സ്ട്രെസ് ഉണ്ടായിരുന്നു അല്ലേ? അതെ ഞാൻ എനിക്ക് കുറച്ച് അങ്ങനെ കുറെ സിനിമകളുണ്ട്. കാണാൻ ഞാൻ ഒരിക്കലും അങ്ങനെ ചോദിച്ചില്ല. ഒരു സമയത്ത് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. എനിക്കൊന്ന് ചെയ്തിട്ടുള്ളത് വെച്ച് കുറെ വെർസ്റ്റൈൽ ക്യാരക്ടേഴ്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ എടുത്തു പറയാൻ പറ്റുന്ന ഒരു സംഭവം കൂടിയാണ് അല്ലേ കാണാൻ? ഉറപ്പായിട്ടും നല്ല റൈറ്റേഴ്സിനെ കിട്ടുമ്പോൾ ആ റൈറ്റിംഗിൽ തന്നെ ക്യാരക്ടർ ഡെവലപ്ഡ് ആയിരിക്കും. അങ്ങനത്തെ കഥകൾ കിട്ടും. അപ്പൊ ഇവിടെ ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ ഹ്യൂമറും ഹൊററും ഇത് രണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എക്സ്ട്രീം സംഭവമാണ്. അപ്പൊ ഇതിനെ രണ്ടിനെ എങ്ങനെയാണ് ബാലൻസ് ചെയ്തുകൊണ്ട് ഒരു സ്ക്രിപ്റ്റ് ഉണ്ടായത്? നമുക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ആണ് ആദ്യം വരുന്നത്. ഐഡിയ വന്നു കഴിഞ്ഞിട്ട് അത് ഡെവലപ്പ് ആകുമ്പോഴത്തേക്ക് നമ്മൾ പിന്നെ അതിൻ്റെ ഒരു ജോണർ ഏതാണെന്ന് പിന്നീടാണ് നമ്മൾ ചിന്തിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ഹ്യൂമറിൻ്റെ സാധ്യത ഉപയോഗിക്കണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ അകത്ത് നിന്നും ഉണ്ടായി വന്ന ഒരു കഥയാണ്. ഉറങ്ങിയോ? എളുപ്പമായി ഞാൻ ഇങ്ങനെ ചെറുപ്പക്കാരത്ത് ആ സൈഡിൽ നിന്ന് ഒരാൾ ഇങ്ങനെ നോക്കുന്നുണ്ട്. പറയേ ഹലോ മമ്മി. അപ്പൊ എങ്ങനെ ഹലോ മമ്മിയിലേക്ക് എങ്ങനെ എത്തിയത്? ഹലോ മമ്മിയിലേക്ക് എന്നെ ആദ്യം വിളിക്കുന്നത് സാഞ്ചുഭായാണ്. സാഞ്ചുഭായാണ് എന്നെ ആദ്യം വിളിക്കുന്നത്. വിളിച്ചിട്ട് എന്നോട് കഥ പറയുന്നു. കഥ പറയുമ്പോൾ എന്നോട് ഷറഫുക്കട അളിയനായിട്ടുള്ള ഒരു ക്യാരക്ടറാണെന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ഷറഫുക്ക ഓൾറെഡി വൈബ് കാണുന്നുണ്ട്. എൻഡിക്കാക്കിൽ ഞങ്ങൾ സുഹൃത്തുക്കളായിട്ട് അഭിനയിച്ചാണ്. വേറൊരു വൈബ് കാണാം. അപ്പൊ ഇത് എന്നോട് പറയുമ്പോൾ എന്റെ ടോട്ടലുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് എങ്ങനെയായിരിക്കും ഒരു ഫിലിമായിട്ട് വരുമ്പോൾ കാണുക എന്നുള്ളൊരു സാധനം ഉണ്ടായിരുന്നു. കാരണം കണ്ട് പരിചയമുള്ളൊരു സാധനമല്ല. എന്നാൽ ഇതിനകത്തുള്ള സാധനങ്ങൾ നമ്മൾ എങ്ങനെ ഷൂട്ട് ചെയ്യും, അങ്ങനത്തെ ഷൂട്ടിങ്ങിലും നിന്നിട്ടില്ല. അപ്പൊ അതെങ്ങനെയായിരിക്കും ആ എക്സ്പീരിയൻസ് എന്ന് അറിയാൻ ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ടായിരുന്നു.
പിന്നെ ഇതിനകത്ത് കാസ്റ്റിംഗ് ഭയങ്കര രസമുള്ളൂ. ഇപ്പോൾ ജഗദീഷ് ചേട്ടനാണെങ്കിലും അജിത് ചേട്ടനാണെങ്കിലും ജോണി ചേട്ടനാണെങ്കിലും അവരെല്ലാവരും ചെയ്യുന്ന ക്യാരക്ടേഴ്സും നമുക്ക് അവരെ മാറി ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ ആ രീതിയിലാണ് സാൻജോ ഭായ് അത് പ്രസന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വന്നു ചെയ്ത് ഞാനിതുവരെ ചെയ്തതിലും ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു. നിങ്ങളുടെ ഈ ഒരു സെറ്റിൽ ഏറ്റവും കൂടുതൽ ഈ പറയുന്ന പോലെ ഈ ഹൊറർ കാര്യങ്ങൾ പേടിയുള്ള ആളാരായിരുന്നു? പേടിയാ? ഇപ്പൊ മറ്റേ സിനിമയുടെ പേരെന്തായിരുന്നു? കുമാരിയൊക്കെ ചെയ്ത ആളല്ലേ ഈ പറയുന്നത്? ചെയ്യുന്നതിന് കുഴപ്പമില്ല, കാണാനാ പേടി. അപ്പൊ അതൊക്കെ ആ സിനിമ ഒക്കെ ചെയ്യുന്ന സമയത്ത് അപ്പൊ തിയേറ്ററിൽ പോയി കാണാനും പേടിയുണ്ടായിരുന്നു? ഇല്ല. ഹൊറർ മൂവീസ് പോയി കാണാൻ കുഴപ്പമില്ല. ഞാൻ ഏതായിരുന്നു, ആനബൽ 2-ഓ 3-ഓ അത് ഇറങ്ങുന്ന സമയത്ത് കമ്മട്ടിപ്പാട് ഒരുമിച്ച് ഇറങ്ങിയിരുന്നത്. അതിനെ നിർബന്ധിച്ച് കൊണ്ടുപോയി ഞാൻ ആ തിയേറ്ററിൽ നിന്ന് ഇറങ്ങി കമ്മട്ടിപ്പാട് രണ്ടാമത് കണ്ട ആളാ. എന്നെ കൊണ്ട് പറ്റില്ല ഇത് ഹാൻഡിൽ ചെയ്യാൻ. അങ്ങനെയല്ല കേട്ടോ, ഹലോ മമ്മി അങ്ങനെയല്ല. അപ്പൊ ഇവരാരെങ്കിലും ഇതേപോലെ സെറ്റിലൊക്കെ പ്രാങ്ക് ഒക്കെ തരുന്നുണ്ടായിരുന്നോ? നമ്മള് സമ്മർ പാലസ്, നക്ഷത്രം, പകൽപൂരം അതൊക്കെ കണ്ട് മെന്റൽ ഹെൽത്ത് ഭയങ്കര സ്ട്രോങ് ആണ്. സ്ട്രോങ് ആണ്. ശരിക്കും റിയൽ ലൈഫിൽ ഇതേപോലെയുള്ള പാരാനോർമൽ ആക്ടിവിറ്റീസ് ഒക്കെ കിട്ടിയിട്ടുണ്ടോ? ലൈക്ക് അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടോ? പിന്നെ എവിടുന്ന ഈ ഒരു പാരാനോർമൽ ആണെന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്നില്ല. നോർമൽ അനുഭവം എന്താണ്? അതൊരു നോർമൽ അനുഭവമാണ്. നോർമൽ അനുഭവം അത് പാരനോർമൽ ആക്ടിവിറ്റി ആയിട്ട് കാണാൻ പറ്റില്ല. നോർമൽ ആക്ടിവിറ്റി പാരനോർമൽ ആയിട്ട് ചിന്തിച്ചാൽ പേടിയാവും. അങ്ങനെ ചിന്തിക്കണ്ട. സത്യത്തിൽ പേടിയുണ്ടോ? എനിക്കോ? എനിക്കും പേടിയുണ്ട്. ഞാൻ കാണാറില്ല പ്രേത സിനിമ. ഞാൻ പ്രേത സിനിമ കാണാറില്ല. പക്ഷെ അത് പ്രേതകഥ കേൾക്കാനൊക്കെ ഇഷ്ടം. പക്ഷെ നമ്മുടെ ഒരു പേടിയല്ലെന്ന് തോന്നുന്നല്ലേ, നമ്മുടെ ഒരു കൗതുകം, ഒരു എക്സൈറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഒരു സ്ഥലത്ത് പ്രേതമുണ്ട്, അവിടെ പോയി ഒരു രാത്രി താമസിക്കാവോ എന്നൊക്കെ ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാൽ അതിന്റെ ആവശ്യമൊന്നുമില്ല അല്ലേ? ഞാൻ രാമോജി ഷൂട്ട് ചെയ്യുമ്പോ അവിടുത്തെ ഹോട്ടലിൽ നിൽക്കാറില്ല. ഏത് മറ്റേ സിത്താര അതെന്താ അവിടെ പ്രേതമുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനത്തെ സ്റ്റോറീസ് ഉണ്ട്. ഇന്ത്യസ് മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസിൽ രാമോജി ഉണ്ട്. അപ്പോ ഇത് ഉള്ളതാണോ ഇല്ലാത്താണോ എന്ന് അറിയണമെങ്കിൽ അവിടെ നിൽക്കണമല്ലോ. അവിടുന്ന് കേട്ടൊരു സ്റ്റോറി ഏതാ? ഇപ്പോഴാണോ അതൊക്കെ പറയണേ? അതൊക്കെ നോർമൽ അല്ലേ? ഞാൻ ഹൈടെക് സിറ്റിയിലെ ഏതെങ്കിലും ഹോട്ടലിൽ നിന്ന് അവിടെ 40 മിനിറ്റ് അല്ലേ ഉള്ളൂ രാവിലത്തെ, അവിടെ നിന്ന് വരും. ഞാൻ കേട്ട ഏറ്റവും എപ്പോഴും പേടി തോന്നുന്ന ആ ഒരു സ്റ്റോറി ഏതാ? ജയറാമേട്ടൻ പറഞ്ഞതാ. രാത്രി ആയപ്പോഴത്തേക്ക് കാലില് ആരോ തൊടുന്ന, ജയറാമേട്ടൻ വേറെ ആൾക്ക് പറ്റിയതായിട്ട് പറഞ്ഞു കണ്ട, കാലിൽ ആരോ തൊടുന്ന പോലെ തോന്നി. അങ്ങനത്തെ സംഭവം പിടിച്ചു നോക്കുമ്പോ ഒരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു, ചെറിയൊരു പെൺകുട്ടി അവിടെ നിൽക്കുന്നു, ഇങ്ങനെയുള്ള സ്റ്റോറീസ് ഒക്കെ. പിന്നെ ഇതിലും വലിയ കോമഡി എന്ന് പറഞ്ഞാല്, ഞാനൊരു എയർപോർട്ടിന്റെ അടുത്തുള്ള, ഹൈദരാബാദ് എയർപോർട്ടിന്റെ അടുത്തുള്ള ഒരു ഹോട്ടലിൽ താമസിക്കുകയാണ്. അവിടെ നിന്നും ഇങ്ങോട്ടേക്ക് പോകാനായിട്ട് എളുപ്പമാണ്. അപ്പം ഞാൻ നോക്കിയപ്പോ എന്റെ ഡോറ് നമ്മൾ തുറന്നിട്ട് ഇങ്ങനെ ഇട്ടിട്ട് അകത്തേക്ക് പോയി, സാധാരണ ആ വെയിറ്റ് കൊണ്ട് അടഞ്ഞങ്ങ് പോവുമല്ലോ. അപ്പൊ ഇതിങ്ങനെ അടഞ്ഞു പോകുമ്പോഴത്തേക്ക് എന്തോ തിളങ്ങുന്നുണ്ട് ഡോറിന്റെ ബാക്കില്. ഞാൻ നോക്കിയപ്പോ ഒരു എണ്ണ വെച്ചിട്ട് കുരിശ് വരയ്ക്കില്ലേ, അങ്ങനത്തെ ഒരു സാധനം. ഞാൻ കുരിശ് വരയ്ക്കാൻ തക്കതായി എന്ത് ആ ഡോറിൽ കുരിശ് ആരോ വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ എണ്ണ ഒഴുകിയതിന്റെ പാട് കാണാം. ശരിക്കും ആലോചിച്ച് നോക്കൂ, രാമോജി റാവു സിറ്റിയിൽ വന്നിട്ട് എണ്ണ വെച്ചിട്ട് തന്റെ രാമോജിയിലല്ല, ഇത് വേറെ ഹോട്ടലാ. രാമോജി ഞാൻ നിക്കില്ല, എന്നെ കൊന്നാലും ഞാൻ നിക്കില്ല. ഞാൻ ഒരിക്കൽ ഷൂട്ടിന് നിൽക്കേണ്ട വന്ന അവസ്ഥ ഉണ്ടായപ്പോ ഏക്കാന്ന് പറഞ്ഞ ഞങ്ങളുടെ കോസ്റ്റ്യൂം ഡിസൈനർ ഉണ്ടായിരുന്നു, പൊന്നിയിൻ സെൽവന്റെ ഷൂട്ട് ആയിരുന്നു. പുള്ളിക്കാരൻ ഞാൻ ഈ റൂമിൽ നിന്നിട്ട് പോയാൽ മതി, ഞാൻ ഒറ്റയ്ക്ക് ഏക്കും പേടിയായിരുന്നു. അപ്പൊ ഞങ്ങൾ അന്ന് ആ റൂമിൽ ഒരുമിച്ച് നിന്ന്. ഇന്ന് വീട്ടിൽ എന്നിട്ട് യൂട്യൂബില് റാമോജിയുടെ സ്റ്റോറീസ് വേണം നോക്കാനായിട്ട്. മോസ്റ്റ് ഹോണ്ടഡ് പ്ലേസസ് ഇൻ ഇന്ത്യ നോക്കിയോ, അതിലുണ്ട്. രാമോജി ഒരു ഗേറ്റഡ് സ്പേസ് ആണല്ലോ, നമുക്ക് ഇങ്ങനെ ഇറങ്ങി നടക്കാം. ഹോട്ടലാണെങ്കിലും നമ്മളിങ്ങനെ ബ്യൂട്ടിഫുൾ പ്ലേസ് ആണല്ലോ. ഞാനൊക്കെ രാത്രി ഇതുപോലെ ഇറങ്ങി കിടന്നിട്ടുണ്ട്. ഇപ്പോഴാണ് അറിയണത്. ഏതെങ്കിലും ചേച്ചി സംസാരിച്ചിട്ടുണ്ട്? ചേച്ചിയാണോ സംസാരിച്ചോണ്ടിരിക്കുന്നത് ഇപ്പൊ? ഞാനല്ലെങ്കിലും അന്നേ പോയിട്ടുണ്ടെങ്കിലോ. അടുത്ത ചോദ്യം. ഇതൊക്കെ നോർമൽ അല്ലേ? വെരി നോർമൽ. നോർമൽ ആക്ടിവിറ്റി. ആ കണ്ണടി ഒന്ന് മാറ്റുമോ?
അപ്പൊ ഓക്കെ, ബാക്ക് ടു ഹലോ മമ്മി പരിപാടി ഫുൾ ഷൂട്ട് അപ്പൊ റാമോജിയിലായിരുന്നു നമ്മുടെ. ഇത്ര കൺവിൻസിംഗ് ആയിട്ട് കഥ പറയാൻ. ഞാൻ ഇനി ഫിലിം സിറ്റിയിലൊക്കെ പോയിട്ട് നിങ്ങൾ ഷൂട്ട് ചെയ്ത് നമ്മുടെ ഇവിടെ കൊടുങ്ങല്ലൂര് ഷൂട്ട് ചെയ്ത്. ചിലപ്പോ പ്രേതത്തിന്റെ ആക്ടിവിറ്റീസ് ആയിരിക്കാം. ഇത് ഞാനല്ല ചോദിച്ചത്, ചോദിച്ചോ? അതെ അതെ അതെ. എനിക്ക് ഇതിനുള്ള ഈ ഇന്റർവ്യൂ തുടങ്ങിയപ്പോ ആദ്യം പാടി പാട്ട് എന്നറിയോ? ആത്മാവിൽ മുട്ടി വിളിച്ചതുപോലെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു മിനിറ്റ് സൈലൻസ്. എന്തെങ്കിലും പ്രസൻസ് ഫീൽ ചെയ്യുന്നു? ഭയങ്കര നിശബ്ദത. ഇല്ല പ്രശ്നമൊന്നുമില്ല. ഷാജോ കിട്ടുന്നുണ്ടോ? ഇല്ലല്ലേ? നിശബ്ദത കിട്ടുന്നുണ്ട്. കൊള്ളാം. അടുത്ത ചോദ്യം. അപ്പൊ ഓക്കെ, നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? റാമുജി നമുക്ക് തിരിച്ചു വരാം അല്ലേ? തിരിച്ചു വരാം. നമ്മുടെ ഷൂട്ടിംഗ് ഒക്കെ എവിടെയായിരുന്നു? കൊടുങ്ങല്ലൂര്. ഓക്കെ. ഇല്ല. അപ്പൊ അതിരി ചേട്ടാ, അപ്പോ ആദ്യം തന്നെ പണ്ടൊക്കെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ഒക്കെ മൂവിയിലോട്ട് വരുന്ന ഒരു തുടക്ക സമയത്ത് ആദ്യം വന്ന കുറച്ച് പേരിൽ ഒരാളാണല്ലോ ചേട്ടൻ. ആദ്യം, കാരണം ഇപ്പോഴാണ് കൂടുതൽ ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഒരുപാട് വെച്ചിട്ട് മൂവീസ് വരുന്നുണ്ട്. ആദ്യത്തെ കുറച്ച് പേരുള്ള ഒരാളായിരുന്നു. അപ്പൊ അന്ന് ഈ കണ്ടന്റ് ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് യൂഷ്വലി ഇങ്ങനെ കുറെ കണ്ടന്റ്സ് ഒക്കെ ഇങ്ങനെ ഇട്ട് പോകാം, എല്ലാവരെയും ഈ ഒരു പ്ലാറ്റ്ഫോമിൽ നിൽക്കാം എന്നായിരുന്നു. അതോ മൂവി തന്നെ ആയിരുന്നു? മൂവി തന്നെയായിരുന്നു. അപ്പൊ എനിക്ക് ആക്ച്വലി തല്ലുമാലയ്ക്ക് മുന്നേ ഒരു 3-4 പ്രൊജക്റ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു. പക്ഷെ എനിക്കൊരു നല്ല ടീം, നല്ലൊരു കിക്ക് ഓഫ് എന്നൊരു കൊതി ഉണ്ടായിരുന്നത് കൊണ്ട് ഇപ്പോൾ ഓർക്കുമ്പോൾ എന്തെങ്കിലും റിസ്ക് ആണെന്ന് ഞാൻ ആലോചിക്കാം. ഞാൻ ഒരുപാട് ഹോൾഡ് ചെയ്തിട്ടാണ് റഹ്മാനിക്കട ഒരു പ്രൊജക്ട് വന്നപ്പോൾ. അതിനു മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ചെറിയ പരിപാടികളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചേട്ടാ, നമ്മളിപ്പോ ഫാലിമി ആണെങ്കിലും അതുപോലെ തന്നെ ജബ്ല ആണെങ്കിലും ഇതെല്ലാം എടുക്കുമ്പോൾ ഇതിൽ പ്രൈമായിട്ട് കോമഡി എന്നുള്ളൊരു ഫാക്ടർ ഉണ്ടെങ്കിലും നമ്മുടെ ആളുകളുടെ ഇമോഷൻസ് നമുക്ക് ഇമോഷണലി ഒരുപാട് കണക്ട് ആവാൻ പറ്റാറുണ്ട്. അപ്പോൾ റിയൽ ലൈഫ് സിനാറിയോസും ആയിട്ട് ലൈക്ക് ചേട്ടൻ സ്ക്രിപ്റ്റ് എഴുതുന്ന സമയത്ത് അത് റിലേറ്റഡ് ആയിട്ടാണോ സ്ക്രിപ്റ്റ്സ് എഴുതാറ് കൂടുതലും? ജബ്ലയും ഫാലിമിയും നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. എഴുതുന്ന സമയത്ത് നമ്മൾ കണ്ടിട്ടുള്ള അപ്പനും അമ്മയും അതല്ലെന്നുണ്ടെങ്കിൽ സഹോദരങ്ങളും ഒക്കെ നമുക്ക് വളരെ കണക്റ്റ് ആകുന്ന, ഓഡിയൻസിനും ഭയങ്കര റിലേറ്റ് ആകുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഹലൗമിയിലേക്ക് വരുമ്പോൾ നമ്മൾ ഫാൻറ്റസി എന്ന് പറഞ്ഞ പോലെ കുറച്ച് ഇമാജിനേഷൻ, നമുക്ക് കുറച്ച് സ്വാതന്ത്ര്യം ഉണ്ട് അതിൻ്റെ അകത്ത്. നമ്മൾ കാണാത്ത കാര്യങ്ങൾ എഴുതുമ്പം നമുക്ക് കുറച്ച് കാര്യങ്ങൾ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ എഴുതുമ്പം നമുക്ക് കുറച്ച് ലിബർട്ടി ഉണ്ടല്ലോ. അത് മാക്സിമം ഉപയോഗിച്ച് തന്നെയാണ് എഴുതിയിരിക്കുന്നത് ഹലോ മമ്മി. ഇപ്പം ഈ ഹലോ മമ്മി എഴുതുന്ന സമയത്ത് മൈൻഡിൽ വന്ന 2 മുഖങ്ങൾ ഇത് തന്നെയാണോ? തീർച്ചയായിട്ടും. അല്ല, സംസാരിക്കുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി എഴുതി തുടങ്ങുമ്പോൾ നമുക്ക് ഒരു ആക്ടറിൻ്റെയോ ഒരു ആക്ട്രസിൻ്റെയോ ഡേറ്റ് ഒന്നും ആ സമയത്ത് കിട്ടണം നിർബന്ധമില്ല, സ്വാഭാവികം. റെഡി ആയി കഴിഞ്ഞിട്ട് സംസാരിച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ അല്ലെങ്കിൽ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇവരായിരുന്നു ഇതിന് വേണ്ടതെന്നുള്ള ഉറപ്പ് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഈ നിങ്ങൾ നോർമലി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് എഴുതുന്ന സമയത്ത് നമ്മുടെ മൈൻഡിൽ വരുമല്ലോ, ലൈക്ക് ഈ ഒരു ഇത് ചെയ്താൽ മതിയാവും, അതാ ഞാൻ ചോദിച്ചത്, അങ്ങനത്തെ ഒരു ഫീല്. അതെ, നമുക്ക് ഇതിൻ്റെ അത് ബേസിക്കലി ഹ്യൂമർ വർക്കാണ്. ഹ്യൂമർ ചെയ്യാൻ നമുക്ക് ഒരു ഷോർട്ട് ലിസ്റ്റ് ചെയ്തു ഞങ്ങൾ. ഹ്യൂമർ ചെയ്യുക, അതേ സമയത്ത് തന്നെ ഫ്ലെക്സിബിളായിട്ട് നമുക്കൊരു ഇമോഷനിലേക്ക് കയറ്റണമെന്നുണ്ടെങ്കിൽ അത് ചെയ്യാനും കൂടെ പറ്റുന്ന ഒരാളായിരിക്കണം നമുക്ക് നിർബന്ധമുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഷോർട്ട് ലിസ്റ്റ് ഇങ്ങനെ ചെറുതായി വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എത്തുന്നത് ഷറഫുലാണ്, ആക്ടർ എന്നുള്ള രീതിയിൽ. അപ്പം ഹ്യൂമർ ഒരേ സമയം പ്രേമം പോലുള്ള പടത്തിൽ തുടങ്ങി അതേസമയം ആർക്കറിയാം ചെയ്തിട്ടുള്ള ഒരു മനുഷ്യന് ഈ 2 അറ്റം കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ ഐശ്വര്യൻ്റെ കേസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് കുറച്ച് ഫീച്ചേഴ്സ് ഉണ്ടായിരുന്നു ഇതിൻ്റെ അകത്ത് നായിക എങ്ങനെ ഇരിക്കണം എന്നുള്ളത്. അതും ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് വന്നിട്ട് എനിക്ക് ഏറ്റവും പേഴ്സണലായിട്ട് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, കഥ പറഞ്ഞപ്പോൾ ഏറ്റവും കൂടുതൽ ഇൻവോൾവ് ആയി ചിരിച്ച അല്ലെങ്കിൽ ഇമോഷൻ പറഞ്ഞപ്പോൾ കണ്ണ് നിറഞ്ഞ ഒരു ആള് ഐഷുവാണ്. അത് സിനിമ കഴിഞ്ഞു കഴിഞ്ഞപ്പോഴും ഞങ്ങൾ സാറ്റിസ്ഫൈഡ് ആണ് അതിൽ. അങ്ങനെ ഒരു കഥ കേൾക്കുമ്പോൾ തന്നെ കാര്യം അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരാളാ, അത്രയും ഇൻവോൾവ് ആയിട്ടാണ് ഞാൻ കഥകൾ കേൾക്കാറ്. ആസ് എൻ ഓഡിയൻസ് എനിക്ക് അത് മാത്രമേ ഉള്ളൂ എൻ്റെ ജഡ്ജ്മെന്റ് ടൂൾ എന്ന് പറയാൻ. ഞാൻ എല്ലാ സ്റ്റോറിയും ആസ് എൻ ഓഡിയൻസ് ഒരു സിനിമ കാണുന്ന ഇതിലാണ് കേൾക്കുക. അപ്പൊ ആ രസം എനിക്ക് കിട്ടുന്നുണ്ടെന്നുണ്ടെങ്കിൽ, സ്റ്റോറിയിൽ അത് കിട്ടുന്നുണ്ടെങ്കിൽ അതൊരു 50% അത് ഡൺ ആണ്. ബാക്കി പ്രൊഡക്ഷൻ സമയത്ത് നമ്മൾ നോക്കണം. അപ്പൊ ഈ സ്ക്രിപ്റ്റ്സ് പൊതുവെ ചൂസ് ചെയ്യുമ്പോൾ ആ ഒരു ഹിയറിംഗ്, ആ ഫസ്റ്റ് എന്താ പറയാ, ആദ്യം കാണുന്ന ആ കേൾക്കുന്ന ഫസ്റ്റ് ഇംപ്രഷനിലാണ് മൂവീസ് ചൂസ് ചെയ്യാറല്ലേ? അത്
ഒരു വലിയ ഫാക്ടറാണ്. ചില സിനിമകൾ ഇപ്പൊ ഹലോ മമ്മി അതിൽ തന്നെ എനിക്ക് ചൂസ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞ് ഞാൻ സ്ക്രിപ്റ്റ് വായിച്ചു, സ്ക്രീൻ പ്ലേ വായിച്ചു. സ്ക്രീൻ പ്ലേ വായിക്കുമ്പോൾ ചിലതൊരു നമ്മളൊരു 40 മിനിറ്റ് നരേഷനൊക്കെ എടുത്ത് അതിനുശേഷം സ്ക്രീൻ പ്ലേ വായിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഭയങ്കര ലാഗ് തോന്നും, സ്ക്രീൻ പ്ലേയിൽ ഒരു രസം തോന്നില്ല. അങ്ങനെയുള്ള സംഭവങ്ങൾ അവിടെ വർക്ക് ചെയ്യാൻ പറ്റുന്നതാണോ എന്ന് നോക്കും, പറ്റിയില്ലെങ്കിൽ വിടും. പിന്നെ ടീം ഇൻവോൾവ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, ആ ക്യാരക്ടേഴ്സിൽ എനിക്ക് അവരെ കാണാൻ പറ്റുന്നുണ്ടോ, എല്ലാം ഫാക്ടേഴ്സ് ആണ്. നമ്മളുടെ ഈ ഒരു ഹലോ മമ്മി സെറ്റിൽ തന്നെ ഏറ്റവും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സ് ആരൊക്കെയായിരുന്നു? എല്ലാവരും കമ്പനി ആയിരുന്നു. എല്ലാവരും നല്ലൊരു അപ്പൊ നിങ്ങൾ ഇപ്പം കട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ നെക്സ്റ്റ് ആക്ടിവിറ്റി എന്തായിരുന്നു? ഭക്ഷണം കഴിക്കും. ചിരിക്കുക കുറെ ചിരിച്ചായിരുന്നു. കട്ട ഡെഡിക്കേഷൻ. അടുത്ത ആക്ഷന് വേണ്ടി വെയിറ്റ് ചെയ്യണം. പെട്ടെന്ന് ഷൂട്ട് അടുത്ത ആക്ഷന് വേണ്ടി പെട്ടെന്ന് അതുകൊണ്ട് തീർന്നു കാണും അല്ലേ? കട്ട് പറഞ്ഞിട്ട്. അപ്പൊ ഇതിലപ്പൊ ഏറ്റവും കൂടുതൽ പറഞ്ഞില്ലേ ചിരിക്കുമായിരുന്നു. ഏറ്റവും കൂടുതൽ ആളുകളെ ചിരിപ്പിക്കുന്ന അങ്ങനെ ഒരാൾ വേണമല്ലോ നമുക്ക് ചിരിക്കാനായിട്ട്. അതാരായിരുന്നു? അത് 80% നായകനും നായികയും 80% സിനിമയ്ക്കകത്ത് ത്രൂ ഔട്ട് ഉണ്ട്. അവരുടെ സീനുകളിൽ തന്നെ സിറ്റുവേഷൻസ് കോൺടെസ്റ്റ് വൈസ് നമുക്ക് അത് കിട്ടുന്നുണ്ടായിരുന്നു. പിന്നെ പറയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ജഗദീഷ് ചേട്ടൻ, ജോണി ചേട്ടൻ, ജോമോൻ ജ്യോതിർ, ബിന്ദു ചേച്ചി ഇങ്ങനൊരു പഴയ ഭയങ്കര എക്സ്പീരിയൻസ് അല്ലേ നമുക്ക്. നമ്മള് സിനിമ കണ്ട് ചിരിച്ചിരിക്കുന്ന ക്യാരക്ടേഴ്സ് വന്ന് കറക്റ്റ് ഫ്രണ്ടിൽ നിന്ന് പെർഫോം ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അത് ഭയങ്കര ഹാപ്പിയാണ്. അത് പിന്നെ രണ്ടാമത്തെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ നമ്മൾ പഴയ ജനറേഷൻ എന്ന് പറയത്തില്ല, പക്ഷേ ഈ രണ്ട് കൂട്ടരുടെയും കൂടെ പുതിയതായിട്ടുള്ള അതിൽ ഈ ജോമോൻ ഷറഫു ഈ പറയുന്ന ഒപ്പം ജഗദീഷ് ചേട്ടൻ, ബിന്ദു ചേച്ചി, ഇതിൻ്റെ രണ്ടിൻ്റെയും ഒരു ഭയങ്കര രസമുള്ള ഒരു ബ്ലെൻഡിങ് കൂടെ നമ്മുടെ സിനിമയ്ക്ക് നടക്കുന്നുണ്ട്. എല്ലാവരും ഭയങ്കര ഇഷ്ടപ്പെട്ട് നല്ല ഹാപ്പി ആയിട്ട് സിനിമയുടെ ഷൂട്ട് നടക്കുമ്പോൾ തന്നെ എനിക്കൊന്ന് ഗുരുവായൂർ അമ്പലം നടയിൽ നടക്കും. ജഗദീഷ് ചേട്ടൻ നമ്മുടെ പടത്തിന്റെ ഷൂട്ടിന്റെ ഇടയിൽ നിന്ന് അവിടെ പോയിട്ട് നമ്മുടെ പടത്തിന്റെ ഭയങ്കര സന്തോഷവും ഇതിന്റെ ഇതൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെയൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട്. അതൊക്കെ തന്നെ അപ്പൊ നമ്മളത് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ആ കാര്യങ്ങൾ അറിയുന്നത്. അപ്പൊ നമുക്ക് തന്നെ ഓക്കെ ജഗദീഷ് ചേട്ടനൊക്കെ ഭയങ്കര ഇന്നായിട്ടാണ് അതൊരു ട്രിപ്പ് ചെയ്യണത് അറിയുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. അവര് ഭയങ്കര അത്രയും കംഫർട്ടബിൾ ആയിട്ട് അവിടെ ചെന്നത് പറയുന്നത്. അപ്പൊ എന്തായാലും November 21 നമ്മുടെ മൂവിയുടെ റിലീസ്. അപ്പൊ റിലീസിന് മുമ്പായിട്ട് ഈ ഒരു ലൈക്ക് നിങ്ങൾ അതിനകത്ത് ഏറ്റവും വെയിറ്റിംഗ് എന്താ? ഓഡിയൻസ് തിയേറ്ററിൽ വരുമ്പോൾ എന്ത് കാണാനാണ് നിങ്ങൾ ഏറ്റവും വെയിറ്റിംഗ്? തിയേറ്റർ എക്സ്പീരിയൻസ്. ചിരി കേൾക്കണം, തിയേറ്ററിൽ ചിരി പൊട്ടണം എന്നുള്ളൊരു ആഗ്രഹം എത്രത്തോളം വരും എന്ന് കാണാനാണ് വെയിറ്റ്. മമ്മിയുടെ ഇമ്പാക്ട് എന്ന് പറയുന്നത് തിയേറ്റർ തന്നെയായിരിക്കും. അതൊരു OTT മോഡ് അല്ല അതിന്റെ, അത് തിയേറ്ററിൽ. കാരണം വെച്ച് കഴിഞ്ഞാൽ അത്ര മാത്രം വലിയ VFX ഉണ്ട്, അപ്പൊ അത്രയും CG ഒക്കെ ഉള്ള ഒരു പടം ആയതുകൊണ്ട് തന്നെ ഫോണിൽ കണ്ടാലും അത് കിട്ടൂല. നിങ്ങൾ തിയേറ്ററിൽ കണ്ടിട്ടാണ് പിന്നെ നിങ്ങൾ OTT-യിൽ അല്ല ഞാൻ പറയുന്നത് OTT കാണുന്നപ്പോ എന്താ പറയാ അതൊരു റിപ്പീറ്റ് വാച്ച് ആയിരുന്നു. ഫസ്റ്റ് വാച്ച് അതിലാണ് എക്സ്പീരിയൻസ് കിട്ടുക. അവിടുത്തെ തിയേറ്ററിൽ മാജിക് ഒക്കെ കാണാം. വിജയ് ഇവരുടെ വർക്ക് നല്ലതല്ലേ, അടിപൊളിയാണ്, സൗണ്ട് ഡിസൈൻ അടിപൊളിയാണ്. അപ്പൊ മൊത്തത്തിൽ നമുക്ക് ചിരിച്ചു മറിയാം ആൻഡ് നല്ലൊരു വിഷ്വൽ ട്രീറ്റ് വരും. അപ്പൊ എന്തായാലും നമ്മുടെ സിനിമ വലിയൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ, എല്ലാവരും ചിരിച്ചു മറിയട്ടെ, കുറച്ച് പേടിക്കട്ടെ. അപ്പൊ അപ്പൊ എന്തായാലും മൂവി വലിയൊരു സക്സസ്ഫുൾ മൂവി ആവട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.